രോമാഞ്ചം വൈബിലൊരു പടം തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഈ പടത്തിന്റെ ടീസറും പാട്ടെല്ലാം വന്ന സമയത്ത് തന്നെ ഞാൻ ഉറപ്പിച്ചായിരുന്നു FDFS കാണണം എന്നുള്ളത്. പക്ഷെ കഷ്ടകാലത്ത് എനിക്ക് പനി വന്നതുകൊണ്ട് ഇന്നാണ് ഞാൻ പടം തിയേറ്ററിൽ പോയി കണ്ടത്. ഇതൊരു കിടിലം പടമാണ് കേട്ടോ. തിയേറ്ററിൽ കാണേണ്ട, എൻജോയ് ചെയ്ത് കാണേണ്ട ഒരു നല്ലൊരു കോമഡി പടം. ഹൊറർ കോമഡിയാണ് പടത്തിന്റെ ജോണർ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അതായത് ഹൊറർ വേണം, അതുപോലെ തന്നെ കോമഡിയും വേണം. ഏതെങ്കിലും ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലെവൽ മാറിപ്പോയി കഴിഞ്ഞാൽ പടം അത് അത്യാവശ്യം നല്ല ഫ്ലോപ്പായി മാറും. പക്ഷെ ഈ പടത്തിൽ ഹൊററും അതേപോലെ തന്നെ കോമഡിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആയിരുന്നു. പടം സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ പടത്തിന്റെ ലോജിക്ക് നമുക്ക് ക്ലിക്കാവും. പിന്നെ പടം തീരുന്നത് വരെ ഇല്ല, ആ ലോജിക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് റൈറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യം വെച്ചാൽ നല്ല വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല മേക്കിംഗ് ആണ്. മേക്കിംഗ് എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയൊരു പടത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ, വളരെ ദയനീയമായിരുന്നു. ഇത് കണ്ടുപിടിക്കുക, നല്ല മേക്കിംഗ്. ഈ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, മ്യൂസിക് നല്ല കിണ്ണം സാധനമായിരുന്നു. നല്ല ടോപ്പ് നോച്ച് സാധനം. സിനിമാറ്റോഗ്രാഫറിൽ നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്, പടത്തിലെ എല്ലാ പാട്ടും അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് തള്ള വൈബ് എന്ന് പറയുന്നൊരു പാട്ടായിരുന്നു. അതാണ് ആദ്യം യൂട്യൂബിൽ വന്നത്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, ഈ പടത്തിൽ അതല്ലാതെ ഒരു 3-4 പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, ഈ മല്ലിക സുകുമാരൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമില്ലേ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ട് വരുന്നുണ്ട്, കുറച്ചൊരു സങ്കടമുള്ള ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്തില്ലേ ഈ ഇമോഷണൽ എന്ന് പറയുന്ന സാധനം മാറിയിട്ട് ഒരു സാധനം വരുന്നുണ്ട്. അതിന്റെ വിഷ്വൽ എന്ന് വെച്ചാൽ ഒരു കോളേജ് ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. ആ ഒരു ട്രാൻസിഷൻ അടിപൊളിയായിരുന്നു, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഈ കാസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സാഗർ സൂര്യ, ഗണപതി, അമീൻ, ഈ ഒരു ട്രയോ ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അത് അവരുടെ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എല്ലാം നല്ല രസമാണ്. നമുക്കങ്ങനെ ബോറായിട്ടൊന്നും തോന്നില്ല. ഈ ഒരു ട്രയോ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് സിനിമയിൽ 3 ആൾക്കാർ ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് ആ ഒരു പരിചയക്കുറവൊന്നും ഇവിടെ ഫീൽ ചെയ്യില്ല. ഈ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ കുറെ നാളായിട്ട് ഫ്രണ്ട്സ് ആയതുപോലെ തന്നെ നമുക്ക് തോന്നും. നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഹൊറർ പോലെ തന്നെ ഈ പടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോളേജ് ലൈഫ്. കോളേജിൽ ഒരു ഹോസ്റ്റൽ എടുക്കുന്ന കാര്യമൊക്കെ വരുന്നുണ്ട്. ഒരു 40% കോളേജ് ഹോസ്റ്റലാണ്. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ഒരാളാണ്. അപ്പൊ നമുക്കങ്ങനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഈ പടത്തിന്റെ മേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, വെൽ മെയ്ഡ് ആയിട്ടുള്ളൊരു പടമാണിത്. നല്ല സ്ക്രിപ്റ്റും നല്ല മേക്കിങ്ങുമാണ്. അതായത് ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, മ്യൂസിക്, ഈ 3 കാര്യങ്ങൾ നല്ല രീതിയിൽ സ്റ്റോറിയുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും മേക്കിങ്ങിനെക്കാട്ടിലും അല്ലെങ്കിൽ സ്റ്റോറിയെക്കാട്ടിലും മേലോട്ട് പോയിട്ടില്ല. പക്ഷെ ആവശ്യമുള്ള സമയത്തെല്ലാം സിനിമയെ മൊത്തത്തിലൊന്ന് എലവേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ 3 ഫാക്ടേഴ്സിനും, പ്രത്യേകിച്ച് മ്യൂസിക്കിനും. ഞാൻ വിചാരിച്ചു പാട്ട് മാത്രം അടിപൊളിയായി പോകുന്നതാണ്, അങ്ങനെയല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല കട്ടയ്ക്ക് തന്നെ പോയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി, ഹൊറർ പടം ആയതുകൊണ്ട് സിനിമാറ്റോഗ്രാഫിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷെ കോമഡിയും കാണാൻ വേണ്ടി പറ്റണം.